ബോസ് ജോലി സ്ഥലത്ത് നിരന്തരമായി അപമാനിക്കുന്നു. സഹി കെട്ടപ്പോൾ യുവതിയും യുവാവും ബോസിനെ കുടുക്കാൻ തീരുമാനിച്ചു. ഹണി ട്രാപ്പ് ഒരുക്കി. ഓൺലൈനിലൂടെ ബോസിന്റെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും സംഘടിപ്പിച്ചു. പ്രതികാരം തീർക്കാൻ ബോസിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തു. പിന്നെ ബ്ലാക്ക്മെയിലിംഗും. 3 മാസം സഹിച്ച ബോസ് ഒടുവിൽ പോലീസിനെ സമീപിച്ചു. രണ്ടുപേരെയും പോലീസ് പൊക്കി. ബോസിനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഇത് ചെയ്തത് എന്നാണ് ഇവരുടെ ന്യായീകരണം. തത്സമയം രഞ്ജുഷ രാമകൃഷ്ണൻ ചേരുന്നു. രഞ്ജുഷ, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഹണി ട്രാപ്പിലേക്കൊന്നും ഇവർ കടക്കേണ്ടിയിരുന്നില്ല. തുടക്കത്തിൽ തന്നെ ബോസിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാതിയിലേക്കൊക്കെ കടന്നാൽ മതിയായിരുന്നു അല്ലേ? തീർച്ചയായും മോത്തി, നമ്മൾ തൊഴിലിടത്തിൽ പല ജീവനക്കാരും അപമാനിതരാകാറുണ്ട്, അതുപോലെ തന്നെ പരിഹസിക്കപ്പെടാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എതിരെ ഒരു പ്രതികാര നടപടിയുമായി ആരും മുന്നോട്ട് പോകാറില്ല എന്നതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഗുജറാത്തിൽ നടന്നത്. അതായത് തൊഴിലിടത്തിൽ അപമാനിതരായ 2 ജീവനക്കാർ ചേർന്ന് ബോസിനെ കുരുക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനായി ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബോസിനായി ഒരു ഹണി ട്രാപ്പ് ഒരുക്കുന്നു. ഈ ഹണി ട്രാപ്പിൽ വന്ന് ബോസ് പെടുകയും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ട് എടുത്ത് ബോസിനോട് ചാറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്തത്. എന്നിട്ട് നഗ്നമായിട്ടുള്ള, അതായത് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത നഗ്നമായിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോയെല്ലാം ബോസിന് അയച്ചു കൊടുക്കുന്നു. ഇത് കണ്ട ബോസ് തിരിച്ചും ഇത്തരത്തിൽ തൻ്റെ നഗ്നമായ വീഡിയോയും ഫോട്ടോയും എല്ലാം അയക്കുന്നു. ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് പിന്നീട് ഇവർ ബോസിനെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നത്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അതായത് ബോസിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ ബോസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുക്കൾക്കും എല്ലാം ഈ ഒരു വീഡിയോയും ഫോട്ടോയും എല്ലാം അയച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിൽ 3 മാസത്തോളമാണ് ബോസ് മാനസിക സമ്മർദ്ദം അനുഭവിച്ചത്. ഇതിന് ശേഷമാണ് ഇദ്ദേഹം പോലീസിനെ സമീപിക്കുന്നത്. പോലീസിന് ഉടനടി തന്നെ ഈ 2 ജീവനക്കാരെയും പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇവർ അറിയിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബോസിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നാണ്. എന്തായാലും ന്യായീകരണം, ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നമുക്കറിയാം, ഒരു ഓഫീസിനെ സംബന്ധിച്ച് ഉന്നത അധികാര സമിതികളെല്ലാം ഉണ്ട്. അതിൽ പരാതിപ്പെടാം, മറ്റു മാർഗങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇവർ റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്.